You are the rain, you are the sky. Your yellow rays and burning fire. Your every song, it fills my mind. You're a temple full of holy wine. I'm gonna love you till the well runs dry. I'm gonna give you all I have inside. All my days for all of time. I'm gonna love you till the well runs dry. If heavy dark clouds are right and we get hard to recognize, I'll be the first one there to fight. I won't stop reaching till I find the light. I'm gonna love you till the well runs dry. I'm gonna give you all I have inside. All my days for all of time. I'm gonna love you till the well runs dry. All the air in me breathes for all of you. The current of your love runs through mine, twisting like a storm, taking hold of me. Words will always be intertwined. I'm gonna love you till the well runs dry. Holding your hand till we close our eyes. All my days for all of time. I'm gonna love you till the well runs dry. സ്വർഗസ്ഥനായ പിതാവേ, അങ്ങയുടെ നാമം ഉചിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്ന് തുടങ്ങിയ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കാലോട് ഞങ്ങൾ ക്ഷമിച്ചത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രവർത്തകരാകരുത്, ദുഷ്ടാതി രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നമ്മുടേതാവുന്നു. ആമേൻ. ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ എന്ന പോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. ക്രിസ്തു സഭയെ എന്ന പോലെ അവൻ അതിനെ പരിപോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. എന്തെന്നാൽ നാം അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരും, അവർ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും. ഇതൊരു വലിയ രഹസ്യമാണ്. സഭയോടും ക്രിസ്തുവിനോടും ബന്ധപ്പെടുത്തിയാണ് ഞാൻ ഇത് പറയുന്നത്. ചുരുക്കത്തിൽ നിങ്ങളിൽ ഓരോ വ്യക്തിയും തന്നെ പോലെ തന്നെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഏക ദൈവമേ, ഞങ്ങളെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. അങ്ങ് ഈ കുടുംബത്തിന് നൽകിയ എല്ലാ ദാനങ്ങളെയും ഓർത്ത്, അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയട്ടെ. മനുഷ്യനെ സർവ്വജീവജാലങ്ങൾക്കുപരിയായി അങ്ങ് ഉയർത്തി അവനെ യഥാസമയം ഓരോ ഘട്ടത്തിലും വേണ്ട നന്മയ്ക്കും ദൈവാരോഗ്യയ്ക്കും വേണ്ടി പരിശുദ്ധ കൂദാശകൾ സ്ഥാപിച്ചു. പിതാവ് ദൈവമേ, അങ്ങ് എത്രമാത്രം ഞങ്ങളെ സ്നേഹിക്കുന്നു, അങ്ങനെയൊക്കെ അടുപ്പിക്കുന്നു. അങ്ങ് സ്ഥാപിച്ച ഈ പരിശുദ്ധ കൂദാശ വിവാഹമെന്ന കൂദാശ വഴി ദാമ്പത്യ ജീവിതം ആരംഭിക്കാൻ പോകുന്ന പിഞ്ചുമോളെയും അതുപോലെ സാജനെയും ഞങ്ങൾ സംബന്ധിച്ച് പ്രാർത്ഥിക്കട്ടെ. ഇന്ന്
ദേവാലയത്തിൽ വെച്ച് നടക്കുന്ന എല്ലാ തിരുക്കർമ്മങ്ങളെയും അങ്ങ് അനുഗ്രഹിക്കണമേ. അങ്ങനെ ശക്തമായ സാന്നിധ്യം ഞങ്ങളുടെ ഓരോരുത്തരുടെയും കൂടെ ഉണ്ടായിരിക്കണമേ. ഞങ്ങളുടെ ടിഞ്ചുമോടെ കുടുംബാംഗങ്ങളെയും ഞങ്ങൾ ഓരോരുത്തരെയും ഞങ്ങൾ സംബന്ധിച്ച് പ്രാർത്ഥിക്കട്ടെ. എല്ലാ അനുഗ്രഹങ്ങൾക്കും വേണ്ടി ആശിച്ച് പ്രാർത്ഥിക്കുന്നു. സകല വിശുദ്ധന്മാരെ, സകല വിശുദ്ധകളെ, സകലന്യവന്മാരെ, ധന്യവതികളെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥ വഹിക്കണമേ. പരിശുദ്ധ അമ്മയെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥ വഹിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. I'm leaving home for the coastline, someplace under the sun. I feel my heart for the first time, 'cause now I'm moving on, yeah, I'm moving on. And there's a place that I've dreamed of, where I can free my mind. I hear the sounds of the season and lose all sense of time. I'm moving far away to a sunny place where it's just you and me. Shine.
അങ്ങയുടെ മഹത്വത്തിൽ മനുഷ്യർക്ക് നന്മയ്ക്ക് വേണ്ടി ഈ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ എന്റെ പുത്രിയെ ശ്രദ്ധിച്ചു കേൾക്കുക. നിന്റെ ജനത്തെ ദ്രോഹത്തെ നീ മറന്നു കളയുക. ഞങ്ങളുടെ രക്ഷകന്റെ മണവാക്കിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവത്തിന്റെ സ്നേഹം മൂലം നിന്നെ തന്നെ മണവാക്കിയായി തെരഞ്ഞെടുത്തു. വിലയേറിയ കാഴ്ചകളുമായി രാജാവിനെ അവൾ സന്ദർശിക്കും. തോഴികളായി കന്യകമാർ അവളെ അനുഗമിക്കും. നിന്റെ ഭാര്യ നിന്റെ ഭാവത്തിൽ പറഞ്ഞു കൊടുക്കുന്ന മുന്തിരിവള്ളിയാണ്. നിന്റെ മക്കൾ മെസ്സയ്ക്കും സൈത്യമുള്ള പോലെയുമായിരിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഞങ്ങളുടെ രക്ഷയുടെ മണവാക്കിയായ സഭയിൽ സന്തോഷിക്കുക. നിത്യനായ ദൈവത്തിന്റെ സ്നേഹം മൂലം നിന്നെ തന്നെ മണവാക്കിയായി തെരഞ്ഞെടുത്തു. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ തുടർന്ന് പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിച്ചോട് നിൽക്കുന്ന സഭയെ ഞങ്ങൾ അങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിന്റെയും നാഥന സൃഷ്ടാവുമാകും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ അങ്ങേക്കും. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകും. എന്നെ അനുഗമിക്കുന്ന അന്ധകാരത്തിൽ നടക്കുകയില്ല എന്നോട് ചെയ്ത മിശിഹ നമുക്ക് മാർഗദീപമായിരിക്കട്ടെ. സമർപ്പിക്കുവാൻ വേണ്ടപ്പെട്ടവരാകും. സ്വരത്തിന്റെയും നാഥായ അങ്ങേക്കും
ആമേൻ. ശബ്ദമുയർത്തി പാടുവിൻ, സർവ്വമൊന്നായി പാടുവിൻ, എന്നെന്നും ജീവിക്കും സർവ്വേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാലനം സർവേശ, പരിപാലനം ബലവാനേ, പരിപാലനം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. ഭാര്യമാരെ, നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. വചനം അനുസരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വാക്കുകൊണ്ടല്ല പെരുമാറ്റം കൊണ്ട് വിശ്വാസത്തിൽ കാണിക്കാൻ ഭാര്യമാർക്ക് കഴിയും. അവർ നിങ്ങളുടെ ആദരപൂർവ്വവും നിഷ്കളങ്കമായ പെരുമാറ്റം കാണുന്നത് മൂലമാണ് ഇത് സാധ്യമാവുക. ബാഹ്യമോടികളായ പിന്നിയ മുടിയോ സ്വർണ്ണാഭരണമോ വിശേഷ വസ്ത്രങ്ങളോ അല്ല നിങ്ങളുടെ അലങ്കാരം. പിന്നെയോ ദൈവസന്നിധിയിൽ വിശിഷ്ടമായ സൗമ്യവും ശാന്തവുമാവുന്ന ആത്മാവാകുന്ന നശ്വര രക്തമണിഞ്ഞ ആന്തരിക വ്യക്തിത്വമാണ്. ദൈവത്തിൽ പ്രത്യാശ വെച്ചിരിക്കുന്ന വിശുദ്ധ സ്ത്രീകൾ മുമ്പ് ഇപ്രകാരം തങ്ങളെ തന്നെ അലങ്കരിക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും ചെയ്തിട്ടുണ്ട്. സാറാ പ്രകടനാഥ എന്ന് വിളിച്ചുകൊണ്ട് അനുസരിച്ചിരുന്നല്ലോ. നന്മ ചെയ്യുകയും ഒന്നിനെയും ഭയപ്പെടാതിരിക്കുകയും ചെയ്താൽ നിങ്ങൾ അവരുടെ മക്കളാകും. ഇങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ, നിങ്ങൾ വിവേകത്തോടെ നിങ്ങളുടെ ഭാര്യമാരോടൊത്ത് ജീവിക്കുകയും സ്ത്രീ ബലഹീനമാത്രമാണെങ്കിലും ജീവദായകമായ കൃപയ്ക്ക് തുല്യ അവകാശം എന്ന നിലയിൽ അവരോട് ബഹുമാനം കാണിക്കുകയും ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയുടെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. ഈശോയും ശിഷ്യന്മാരും വിവാഹവിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് ചേർന്ന് പോയപ്പോൾ ഈശോയുടെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. ഈശോ അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്ക് നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് എന്തായാലും അത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിനും 2-3 അളവ് വെള്ളമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുമെന്ന് ഈശോ അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം അപ്പോളം നിറച്ചു. ഇനി പകർന്ന് കലവർക്കാരുടെ അടുത്ത് കൊണ്ടുചെല്ലുവിനെന്ന് അവൻ പറഞ്ഞു. അവർ പ്രകാരം ചെയ്തു. വീഞ്ഞായി മാറി ആ വെള്ളം കലവർക്കാർ രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരി പരിചാരകർ അറിഞ്ഞിരുന്നു. കലവർക്കാരൻ മണവാളനെ വിളിച്ചു. അവൻ പറഞ്ഞു, എല്ലാവരും നിലത്തിന് വീഞ്ഞ് ആദ്യം വളർന്നു, അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെ സൂക്ഷിച്ചു വെച്ചുവല്ലോ. ഈശോ തന്റെ മഹത്വം വെളിപ്പെടുത്തുന്ന പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്തത്. അവന്റെ ശിഷ്യന്മാർ അവനെ വിശ്വസിച്ചു.
പ്രിയമുള്ളവരെ, സന്തോഷത്തോടുകൂടി നമ്മുടെ ആലയത്തിൽ ആയിരിക്കും നമുക്ക് പ്രിയപ്പെട്ടവരായ രണ്ടുപേരും ഇന്ന് ഈ ദേവാലയത്തിൽ ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ചുകൊണ്ട് ആദ്യം ആദ്യത്തെ പ്രാരംഭഗാനത്തിന് പാടുകയുണ്ട്. മാലാഖമാരും സ്വർഗവും ഒക്കെ ഉപവാസികളൊക്കെ സന്തോഷിക്കുകയാണ്. കാരണം ദൈവത്തിൻ്റെ കൽപ്പനയോട് നടപ്പിലാകുന്നു, ദൈവത്തിൻ്റെ ഇഷ്ടത്തോട് നടപ്പിലാകുന്നു. അവിടെ സ്വർഗപ്രവാസികൾ മാലാഖമാരും ഒക്കെ സന്തോഷിക്കുന്ന നാടിയും പാടിയത് ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ചാണ് ഇവർ രണ്ടുപേരും ഇന്ന് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുക. അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും സ്വർഗവും സ്വർഗവാസികളും എല്ലാം സന്തോഷിക്കുന്ന അവസരമാണ്. നമ്മളോട് ചേർന്ന് സ്വർഗവും സ്വർഗവാസികളും എല്ലാം സന്തോഷിക്കുകയാണ്. ദൈവത്തിൻ്റെ ഇഷ്ടം നടപ്പിലാകുന്നതിനോട്ട് ആ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാത്തവ അവർക്ക് ലഭിക്കുവാനായിട്ട് നാം എല്ലാവരും ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരുടെ മംഗളങ്ങളും രണ്ടുപേർക്കും ആദ്യമേ നേരിടുന്നു. വിവാഹ ജീവിതത്തിൽ പ്രത്യേകമായിട്ട് ഇന്നത്തെ തിരുവചനത്തിൽ നമ്മൾ കാണുക, ദൈവിക സാന്നിധ്യമുള്ള ഒരു വിവാഹ അവസരമാണ് തിരുവചനത്തിൽ നമ്മൾ കണ്ടുപിട്ടുക. ആ ദൈവിക സാന്നിധ്യം എന്ന് പറയുക ഈശോ അവിടെ ഉണ്ടായിരുന്നു. കാനായിലെ കല്യാണം വരുന്നത് ആ ഈശോയുടെ സാന്നിധ്യം സാധാരണ ഒരു സാന്നിധ്യമായിരുന്നു, ആരും അറിയപ്പെടാതെ പോകുന്ന ഒരു സാന്നിധ്യമായിരുന്നു. പക്ഷെ അവിടെ ഒരു ആവശ്യം വന്നപ്പോൾ ആ സാന്നിധ്യത്തെ തിരിച്ചറിയുകയാണ്. ആ സാന്നിധ്യത്തെ ആദ്യം തിരിച്ചറിയുന്നത് അമ്മ തന്നെയാണ്. അവിടുത്തെ അമ്മ തന്നെയാണ് തിരിച്ചറിയുക മകനെ അവർക്ക് വീഴുന്നില്ല. അമ്മയ്ക്ക് ഈശോയെ അറിയാം, അവിടെയുള്ളവർക്ക് ഈശോയുടെ യാഥാർത്ഥ്യം എന്താണ്, ഈശോ ദൈവമാണെന്നുള്ളത് ആർക്കും അറിയത്തില്ല. പക്ഷെ അമ്മയ്ക്കറിയാം, അമ്മ അത് മകന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ആദ്യമേ പറഞ്ഞു സമയമായില്ല, പക്ഷെ അമ്മയുടെ നിർബന്ധം, അമ്മ പറയുന്നതനുസരിച്ചുകൊണ്ട് ഈശോ അത് ചെയ്യുകയാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ വിവാഹ ജീവിതത്തെ സംബന്ധിച്ച് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ള ഒരു കാര്യം, അമ്മ പറയുന്നത് പോലെ അമ്മ ഈശോയിലേക്ക് ചൂണ്ടിക്കാട്ടുന്നു, ഈശോ പറയുന്നു, എന്നിട്ട് ഈശോയെ കുറിച്ച് ചൂണ്ടിക്കാട്ടിയിട്ട് പറയുകയാണ് അവൻ പറയുന്നത് പോലെ ചെയ്യുവാനാണ്. നിങ്ങളെ സംബന്ധിച്ച്, സാജിനെ ജിജുവിനെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ആ ഒരു അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങൾ മണം ഉയർത്തേണ്ടത്. അമ്മ ചൂണ്ടിക്കാട്ടി പറയുന്നു, അവൻ പറയുന്നത്, ഈശോ പറയുന്നത് പോലെ ചെയ്യുക. ഏത് കാര്യത്തിലായാലും നമുക്ക് പല അഭിപ്രായങ്ങളുണ്ട്. ദമ്പതികളുടെ അഭിപ്രായങ്ങളുണ്ട്, ദമ്പതികളുടെ വീട്ടുകാരുടെ അഭിപ്രായങ്ങളുണ്ട്, കൂട്ടുകാരുടെ അഭിപ്രായങ്ങളുണ്ട്, പലർക്കും അഭിപ്രായങ്ങളുണ്ട്. പക്ഷെ അവിടെയൊക്കെ ഏറ്റവും അടിസ്ഥാനമായിട്ട് ഏറ്റവും പ്രധാനമായിട്ടും നിങ്ങൾ ആരായേണ്ടത് ഈശോയുടെ ഇഷ്ടമാണ്. അവൻ എന്താ പറയുന്നത് നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച്, ഞങ്ങളുടെ കാര്യങ്ങളെക്കുറിച്ച് ഈശോ എന്ന് പറയുന്നു. ഇപ്പോൾ തിരുവചനത്തിൻ്റെ പ്രാധാന്യം, വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ പ്രാധാന്യം, വായിക്കേണ്ടതിൻ്റെ പ്രാധാന്യം, പ്രാർത്ഥിക്കേണ്ടതിൻ്റെ പ്രാധാന്യം ഒക്കെ അവിടെ നിന്ന് മനസ്സിലാക്കുകയാണ്. ഈ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ പണിതുയർത്തേണ്ടത്. ഈശോ പറയുന്നത് പോലെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെ അവിടെ നടന്നത് നമുക്കറിയാം അല്ലേ. വെള്ളമാണ് നിറച്ച് വെച്ചത് കൽഭരണികളിൽ. അത് വലിയ കൽഭരണികളിലാണ്. അത് മുഴുവൻ വീഞ്ഞായി മാറി. ആ വീഞ്ഞ് കലവർക്കാരടുത്തുണ്ടെന്ന് അവൻ പറയുകയാണ്, ഇതുവരെ ഇത്രയും നല്ലൊരു വീഞ്ഞ് കണ്ടിട്ടില്ല, നീ മാറ്റി വെച്ചു വരുന്നത്. അപ്പോൾ ഈശോ ഇടപെട്ടപ്പോൾ അവരുടെ ആ ഒരു വീഞ്ഞിനെ അത് ഇരട്ടി മധുരമുള്ളതാക്കി തീർക്കുകയാണ്. അപ്പോൾ ഈശോ ഇടപെടുമ്പോൾ നമ്മുടെ ബന്ധങ്ങളെ അത് ഇരട്ടി മധുരമുള്ളതും ഇരട്ടി സന്തോഷമുള്ളതും ഏത് പ്രതികൂല സാഹചര്യങ്ങൾ അതിനെ മാറ്റിമറിക്കാൻ കഴിയുന്നതുമാണ് ഈശോയുടെ ഇടപെടൽ. ആ ഈശോയുടെ ഇടപെടലാണ് പ്രധാനമായിട്ടും. അതിലൂടെ ആ ബന്ധങ്ങൾ മാധുര്യമുള്ളതായി തീരുക. അതാണ് നമ്മുടെ ബന്ധത്തിൽ ഈശോ അടിസ്ഥാനപ്പെടുത്തി കഴിഞ്ഞാൽ ഈ നിങ്ങളുടെ ബന്ധം അതിമാധുര്യമുള്ളതായി തീരുകയാണ്. അത് നിങ്ങളോട് ഇടപെടുന്നവർക്ക് അത് അനുഭവിക്കാൻ സാധിക്കും. നിങ്ങൾ പരസ്പര സ്നേഹവും പങ്കുവയ്ക്കലും സ്നേഹത്തോടുള്ള പെരുമാറ്റവും ഒരുപക്ഷെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ നിങ്ങൾ അതിനെ സ്വീകരിക്കുന്ന മനോഭാവമല്ല. എപ്പോഴും സന്തോഷമായിരിക്കും, എപ്പോഴും ദുഃഖമായിരിക്കും, ഇതെല്ലാം ജീവിതത്തിൽ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ ആ വരുന്ന ഏത് സാഹചര്യം വന്നാലും അതിനെയൊക്കെ നേരിടുവാനുള്ള വലിയ കരുത്ത്, അതിനെയൊക്കെ സന്തോഷത്തോടെ അല്ലെങ്കിൽ സമയത്തോടെയോടെ ക്ഷമയോടെ സ്നേഹത്തോടെ നേരിടുവാനുള്ള വലിയ കരുത്താണ് നിങ്ങൾക്ക് ഈശോ നൽകുക. അതാണ് ഈ വിവാഹങ്ങളുടെ കുദാശ വഴി നിങ്ങൾക്ക് അടിസ്ഥാനമായിട്ട് ലഭിക്കുക. അത് നിങ്ങൾ തുറന്നുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്കറിയാം, വിവാഹങ്ങളുടെ കുദാശ പരിശുദ്ധ കുർബാന മധ്യയാണ് കൈകാര്യം ചെയ്യുക. പരിശുദ്ധ കുർബാന മധ്യ എന്തുകൊണ്ടാണ്? കാരണം പരിശുദ്ധ കുർബാന ഈശോയ്ക്ക് സഭയോടുള്ള സ്നേഹത്തെ കാണിക്കുന്നതാണ്. സ്വന്തം ജീവൻ നൽകിക്കൊണ്ട് അവസാനത്തോടെ വ്യക്തമായി ചിന്തിക്കൊണ്ട് സഭയെ സ്നേഹിച്ച ഈശോയുടെ സ്നേഹമാണ് പരിശുദ്ധ കുർബാന. നമ്മോടുള്ള സ്നേഹമാണ്, നമ്മുടെ ഓരോരുത്തർ സ്നേഹമാണ് പരിശുദ്ധ കുർബാന. ഈ ഒരു പരിശുദ്ധ കുർബാന മധ്യേ നിങ്ങൾ കുദാശ സ്വീകരിച്ച് ഇനിയുള്ള എല്ലാ പരിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നത് ഈശോ തൻ്റെ സഭയ്ക്ക് വേണ്ടി എനിക്ക് വേണ്ടി ഈശോ സ്വന്തം ജീവൻ നൽകിയതുപോലെ ഞാൻ എൻ്റെ ജീവിതം ഉപകാരിക്കും, എൻ്റെ കുടുംബത്തിന് വേണ്ടി എന്നെ തന്നെ നൽകുവാൻ തയ്യാറാണ്. ഈ പരസ്പരമുള്ള സമർപ്പണം, നിസ്വാർത്ഥമായിട്ടുള്ള ആ സമർപ്പണമാണ് കുടുംബജീവിതത്തെ അനേകം വർഷങ്ങളിലേക്ക് ജീവിതാവസാനം വരെ നിലനിർത്തുക. അതുകൊണ്ട് ഓരോ പരിശുദ്ധ കുർബാന അർപ്പണം നിങ്ങൾ വിവാഹ ജീവിതത്തെ ശക്തിപ്പെടുത്തുന്നതായിരിക്കണം.
അതുവഴിയായി ഈശോ നിങ്ങളെ ജീവിതത്തെ അനുദിനം ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കും. അങ്ങനെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് പണിതുയർത്തപ്പെടുന്ന ഈ ഭവനം എന്നേക്കും നിലനിൽക്കുന്ന ഭവനമാകും. ദൈവത്തിൻ്റെ വലിയ കൃപ നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കും. ദൈവം നിങ്ങൾക്ക് നൽകുന്ന കുഞ്ഞുങ്ങളെ കുടുംബത്തെയും ഒക്കെ മാതാപിതാക്കന്മാരൊക്കെ നന്നായിട്ട് ശുശ്രൂഷിച്ചുകൊണ്ട് സ്നേഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന കുടുംബമായിട്ട് നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കും. ദൈവത്തിൻ്റെ വലിയ കൃപയും അനുഗ്രഹവും എല്ലാം നിങ്ങളോടുകൂടി നിങ്ങളുടെ പുതിയ കുടുംബ ജീവിതത്തോടുകൂടി ഉണ്ടായിരിക്കട്ടെ എന്ന് ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്ന ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കും. പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ത്യാഗപൂർവമായ ജീവിതം നയിക്കുവാൻ ദൈവജനമാകുന്ന ആത്മീയവിരുദ്ധനായി സകലരെ ക്ഷണിക്കുന്ന മിശിഹായി നിന്റെ പ്രമാണങ്ങളനുസരിച്ച് മാതൃകപരമായ കുടുംബജീവിതം നയിച്ച് സ്വർഗീയ വിരുന്നിൽ പങ്കുകാരാകുവാൻ വിവാഹബന്ധത്തിന്റെ അഭേദത്തെ പറ്റി പഠിപ്പിച്ച മിശിഹായി പരസ്പര വിശ്വാസത്തോടും ചരിത്രശുദ്ധിയോടും കൂടെ സന്തോഷപ്രദമായ ദാമ്പത്യ ജീവിതം നയിക്കുവാൻ നിന്റെ സഹായത്താൽ ആശ്രയിച്ചും ദൈവസാന്നിധ്യം അനുഭവിച്ചും പ്രാർത്ഥനാനിരതനായി ജീവിക്കുവാൻ സമാധാനത്തിന്റെയും അനുഗ്രഹത്തിന്റെയും ആരാധനയെന്ന് വിനയപൂർവ്വം യാചിക്കുന്നു. ഞങ്ങളുടെ എല്ലാ ദിവസവും ആവുമ്പോൾ ഞങ്ങൾക്ക് ഭാവനകരമായ ജീവിതവും അങ്ങയുടെ സഭയ്ക്ക് ശാശ്വതമായ സമാധാനവും ഞങ്ങൾ യാചിക്കുന്നു. നമുക്കെല്ലാവർക്കും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ വധുവരന്മാർ സന്തോഷത്തോടും കൃഷ്ണനും കൂടി ആരംഭിക്കുന്ന കുടുംബജീവിതം വിജയകരമായി നിൽക്കുന്നവരെ അനുഗ്രഹിക്കണം. അങ്ങനെ ശാന്തിയും സമാധാനവും നിറയ്ക്കുകയും അങ്ങനെ ദാസർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന തികയുടെ നിലവിലെ അർഹരാക്കുകയും ചെയ്യണമേ. അങ്ങനെ സ്നേഹത്തിലൂടെ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കെടുക്കുന്ന നിങ്ങളെവരെയും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ നയിക്കും. പ്രിയ സഹോദരരെ, ഈ വധൂവരന്മാർ വിവാഹം എന്ന കൂദാശയാൽ ബന്ധത്തിലാകാൻ പോകുന്നു. ഈ കൂദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുന്നതിന് പുരോഹിതൻ തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. നമുക്കെല്ലാവർക്കും ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ മൗനമായി പ്രാർത്ഥിക്കാം. ആദ്യ പുരുഷന് ജീവസഖ്യം നൽകിയ ദൈവമേ, അങ്ങയുടെ അന്തപരിപാലനെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യ ഭർത്താക്കന്മാരാവാൻ ആഗ്രഹിക്കുന്നവരെ സത്യത്തിൽ ബന്ധിപ്പിക്കുന്ന കൂദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ അങ്ങയുടെ ദാസനെ ശക്തനാക്കണമേ. അങ്ങയുടെ കൃപാവര സമർത്ഥമായി ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ നയിക്കും. മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയുമനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടെ പൂർണ്ണമായ സമ്മതത്തോടുകൂടി എലിസബത്തിനെ എൻ്റെ ഭാര്യയെ സ്വീകരിക്കും. എലിസബത്ത് മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയുമനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടെ പൂർണ്ണമായ സമ്മതത്തോടുകൂടി വർഗീസിനെ എൻ്റെ ഭർത്താവായി ഞാൻ സ്വീകരിക്കും. സാക്ഷികൾ
നിങ്ങൾ വിവാഹ ഉടമ്പടിക്ക് സാക്ഷികൾ. നിങ്ങൾ തമ്മിലുള്ള ഈ ഉടമ്പടിയുടെ അടയാളമായി പരസ്പരം വലുതുകളെ ചേർത്തിരിക്കും. അബ്രാഹത്തിനെയും സഹാക്കിന്റെയും യാക്കോബിനെയും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും സ്നേഹിക്കത്തോടും കൂടി കുടുംബജീവൻ നയിക്കുന്ന കർത്താവായ യേശുമിശിഹ നിങ്ങളെ വിവാഹത്തിൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കർത്താവ് വിശ്വാസ സ്നേഹത്തിനും വധുവരുമാനം ലഭിക്കുന്ന ഈ താലി ദേഹപൂർവ്വം ആശീർവദിക്കുകയാണെങ്കിൽ ഐക്യത്തിന് പ്രതീകമായി താലി അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തതയിൽ ഇവരെ ബന്ധിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന സന്തോഷവും സഹിക്കുവാനും നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുവാനും ഇതിൽ മുൻനിരമായി പുരുഷ ഇവർക്ക് ശക്തി നൽകട്ടെ. ഇത് ഇവരുടെ വിശ്വസ്തയുടെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, ഈ ദമ്പതിമാരുടെ സ്നേഹത്തിന്റെയും വിശ്വസ്തതയും അടയാളമായി ഇവർ പരസ്പരം അണിയിക്കുന്ന ഈ മോതിരങ്ങൾ ആശീർവദിക്കുകയാണ്. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ കർത്താവെ, ഈ മന്ത്രം കൂടി ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണം പരസ്പര സ്നേഹത്തിൽ ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നിന്റെ മണവാട്ടിയ സഭയെ മഹത്വത്തിന് ധരിപ്പിച്ച കർത്താവെ, ലോകത്ത് നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിന് വസ്ത്രം അണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. ഇന്ന് മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി ഏക മനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. തിരുസഭയുടെ ശിരസാരിച്ച് എപ്പോഴും നിങ്ങളുടെ ഭർത്താവ് സംരക്ഷകനുമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികമായ ആരോഗ്യവും ഭൗതിക അസ്വസ്ഥതയും അവർ നിങ്ങളെ ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷവും സ്വീകരിക്കുന്നത് അവരെ വിശുദ്ധ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടെ നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തെ വിശുദ്ധയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുത്തെ യോഗ്യരാക്കുകയും ചെയ്യട്ടെ. രണ്ടുപേർക്കും പുതിയ ദമ്പതികളായി രണ്ടുപേർക്കും എല്ലാവിധ അനുമോദനങ്ങളും പ്രാർത്ഥന നേരുന്നു. അതോടൊപ്പമുള്ള പരിശുദ്ധമായി നമ്മുടെ ഭക്തിയോടും പങ്കുചേർന്നവർക്ക് പ്രാർത്ഥിക്കാം. സ്വതന്ത്ര കാഴ്ച ഇടവകയിൽ ജീവന പ്രവർത്തനം തുടരണമെന്ന് കരുതി അതിലെല്ലാവരും സഹകരിക്കുന്നത്.
ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നിർമ്മലമായ സ്നേഹത്തിന് സ്വാർത്ഥമായ സമർപ്പണത്തിന് അവിടെ നിങ്ങളെ കാത്തു പരിപാലിക്കട്ടെ. മിശിഹായുടെ അവയവങ്ങൾ പരിശുദ്ധാത്മാവിന്റെ അവയവങ്ങളായ നിങ്ങളുടെ ശരീരങ്ങൾ വിശുദ്ധവും പ്രീതികരമായ സജീവമായ ദൈവത്തിന് സമർപ്പിക്കാൻ ഈ കുദാശ നിങ്ങളെ ശക്തരാക്കട്ടെ. സന്താന സൗഭാഗ്യം നൽകി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയുടെ കൂട്ടായ്മയിൽ നിന്ന് കുടുംബം അഭിവൃദ്ധി പ്രാപിക്കട്ടെ. നിങ്ങളുടെ ജീവിതം അവിടെ സ്ഥിരപ്രദമാക്കുകയും നിങ്ങളുടെ ആശയവും പ്രതീക്ഷകളും സഫലമാക്കുകയും ചെയ്യട്ടെ. ആവശ്യം സഹായിക്കാം. നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കളെ ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. സ്വർഗ്യമണവറയിൽ അവിടുത്തെ സ്തുതിയും ബഹുമാനവും അതിന് ദൈവാരാധനയെ സമർപ്പിക്കാൻ നിങ്ങൾ യോഗ്യരാകട്ടെ. നവദമ്പതിമാരായ നിങ്ങൾ ഈ തിരുക്കർമ്മത്തിൽ പങ്കുചേർന്ന് രാവിലെ ദൈവം ആശീർവദിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. Forever seems like a long time, but nothing seems like a long time when I am with you. I feel like I'm walking on water since the day that I asked your father to let go of his daughter. So give me your blessing, sir. I'll give her all that I've got. It doesn't look like much, but it sure feels like a lot. Let her take my heart and take my hand. Take my heart and take my hand. Take my heart and take my hand again and again. Right where we stand. I never really know what love is, but whatever it is, I feel it in your kiss. You waltzed in like somebody planned it all. I feel right where I belong. My knees are weak, my heart is strong. So give me your word, and I'll give you all I got. No, we don't have much, but it sure feels like a lot. So take my heart and take my hand. Take my heart and take my hand. Take my heart and take my hand again and again. By your side, cold strapped in the hallway. Night out, I'm red. It's been a long day. Tucked in, green wind, put my head down. Where are you? Where you been? I need you around. We could build a house away from here, you and me, in the middle of nowhere, fight the frost of the morning blue. I don't care, I just wanna get home with you. I just wanna get home with you.
just want right here on this ground where we are standing, holding dreams with open hands against the sky. So clear, it's better than we planned it. This rising sun was meant for you and I. We see it now, the story comes together. Beauty lives in every chapter. We feel it now, nothing could be better. You and me, chasing down forever after. This truth, these words that we have spoken, giving purpose to the hope that we have found. There's proof in the days that lay before us, finding meaning in these moments playing out. We see it now, the story comes together. Beauty lives in every chapter. We feel it now, nothing could be better. You and me, chasing down forever after. The story comes together. Beauty lives in every chapter. We feel it now, and nothing could be better. You and me, chasing down forever after. Forever after, chasing down forever We set out at the first light. We lit up with the sunrise. Gets my heartbeat running wild when you're here by my side. And we'll dream out loud. Take our chance, take it now. We will go from this day on. Take this world and make it ours. You and I, all life long, we'll take this world from this day on.
Take our chance, take it now. We will go from this day on. Take this world and make it ours. You and I, all lifelong, will take this world from this day on. I've been known to take some punches. I'm no stranger to the fight. Spent some time down in the shadows, still adjusting to the light. I got some stories I could tell you, wear my feelings on my sleeve. Yeah, that's me. Like the edge of a knife, like the back of the sun, like the part of the song when the chills come. On the edge of my seat, like a break in the clouds, like the part of the movie when it goes down. Some call it foolish, I call it faith. I can't see the future, I don't know what's up ahead. Can't see around the corner, I don't know what's coming next. I don't have all the answers, but I know